ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു. നമ്മളെല്ലാ കൂട്ടുകാരും ക്ലാസ് 3യിൽ കണ്ട പോലെ കുട്ടി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോവാമല്ലേ. അങ്ങനെ നമ്മൾ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു, ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് പല വിധത്തിലുള്ള നെക്ക് ഡിസൈന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 5 വിധത്തിലുള്ള നെക്ക് ഡിസൈനാണ് കട്ട് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പഠിക്കുന്നത്. ന്യൂസ് പേപ്പർ, ടാപ്പ്, കത്രിക, ഒരു മാർക്കർ പെന്ന്, ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് നെക്ക് ഡിസൈൻ കട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ന്യൂസ് പേപ്പറിന് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു വശം കൊണ്ടാണ് നമ്മൾ ഒരു നെക്ക് ചെയ്തെടുക്കുന്നത്. ന്യൂസ് പേപ്പർ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് അകലം മാർക്ക് ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. നെക്ക് അകലം 3.5 ഇഞ്ച്, 3.5 ഇഞ്ച് ഇതേപോലെ നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് നീളം എടുക്കുന്നത് 6.5 ആണ്. അപ്പോൾ കഴുത്ത് നീളവും കഴുത്ത് വീതിയും കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. ഇതേപോലെ എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ കോണ് പോലെ വരക്കുക. കോണ് പോലെ വരച്ചതിന് ശേഷം കോണ് പോലെ വരച്ചെടുത്തതിന് ശേഷം 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. വീഡിയോ കാണുന്ന പോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുന്ന് ഇതേപോലെ ആ കോണ് പോലെ ഇതേപോലെ നമുക്കൊന്ന് വരച്ചെടുക്കുക. ആ കോണ് പോലെ വരച്ച ആ വശത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ആം ഹോൾ കർവ് ഇതേപോലെ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ഇതേപോലെ ഒരു കർവ് പോലെ നമുക്ക് ഇതേപോലെ വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ വരച്ചെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വെച്ചിട്ട് ഇതേപോലെ തന്നെ വരച്ചെടുക്കുക. ഒരു കർവ് പോലെ ആക്കിയെടുക്കുക. ലെഫ്റ്റ് റൈറ്റ് ആ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. അപ്പം നമ്മൾ നെക്ക് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. മടക്ക് വശത്തിലേക്കൂടെ മാത്രമേ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നിൽക്കുന്ന വശത്തായിട്ടാണ് എപ്പോഴും മടക്ക് വശം വരിക. അപ്പോൾ ഇതേപോലെ ഈ കർവ് വരുന്നില്ലേ, ആം ഹോൾ കർവ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിലേക്കൂടെ ഇതേപോലെ കർവ് വരുന്ന ആ ഡിസൈനിലേക്കൂടെ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളൂ. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുക ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ നെക്കിൻ്റെ പേര് വരുന്നത് ആലില കഴുത്താണ്. ആലില പോലെ ഉള്ളതുകൊണ്ട് ആലില കഴുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ രണ്ടാമത്തെ നെക്ക് ചെയ്യുന്നതിന് ഇതേപോലെ നമ്മൾ ഒരു കഷ്ണം ന്യൂസ് പേപ്പർ എടുക്കുക, ഇതേപോലെ രണ്ടായി മടക്കുക. അതിന് ശേഷം നെക്ക് വീതി അടയാളപ്പെടുത്താം. 3 ഇഞ്ച് നെക്ക് വീതിയാണ് വരുന്നത്. കഴുത്ത് നീളം വരുന്നത് 7 ഇഞ്ചാണ്. നീളവും വീതിയും ഇതേപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ കോണ് പോലെ വരച്ചെടുക്കാം. കോണ് പോലെ വരച്ചെടുത്തതിന് ശേഷം താഴെ നിന്ന് ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ആ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് വീതിയിൽ 1/2 ഇഞ്ച് മാത്രം വീതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക. ആം ഹോൾ കർവ് എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച അവിടേക്ക് ഇതേപോലെ കർവ് പോലെ വരച്ചു കൊടുക്കാം.
അതിന് ശേഷം ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു കർവ് വരുന്ന രൂപത്തിൽ ഇതേപോലെ നമുക്ക് ആ അരയിഞ്ച് മാർക്ക് ചെയ്ത അവിടുന്ന് തൊട്ട് ആ കോണ് വരെ നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. അപ്പം നെക്ക് ഡിസൈൻ നമ്മൾ വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ആ കോണിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ വരച്ചു കൊടുത്തത് അതിലേക്കൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിലേക്കൂടെ മാത്രമേ കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാകുക. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് നെക്കിൻ്റെ ഡിസൈന്. അപ്പോൾ അടുത്ത നെക്ക് നമുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ രണ്ടായി മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ കഴുത്ത് അകലം മാർക്ക് ചെയ്യുക. കഴുത്ത് അകലം വരുന്നത് 3 ഇഞ്ചാണ്. കഴുത്ത് നീളം വരുന്നത് 6 ഇഞ്ചും. അത് തമ്മിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചിട്ട് ഇനി ഒരു കോണ് പോലെ ആക്കിയെടുക്കാം. കോണ് പോലെ നമ്മൾ വരച്ചെടുത്തതിന് ശേഷം അര ഇഞ്ച് അകലത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അര ഇഞ്ച് വീതിയിൽ ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സ്ക്വയർ നെക്കാണ്. അപ്പോൾ ഒരു വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അര ഇഞ്ച് അകലത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ സ്ക്വയർ നെക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വൈഡായിട്ടുള്ള സ്ക്വയർ നെക്ക് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലെ രണ്ടായി മടക്കിയെടുക്കുക. രണ്ടായി മടക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് നെക്ക് വീതി മാർക്ക് ചെയ്യാം. നെക്ക് വീതി വരുന്നത് 3 ഇഞ്ചാണ്. നെക്ക് നീളം വരുന്നത് 6 ഇഞ്ചും. നീളവും വീതിയും എല്ലാം യോജിപ്പിച്ച് ഇതേപോലെ കോൺ പോലെയാക്കിയെടുക്കാം. അതിനുശേഷം ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതേപോലെ വീഡിയോ കാണുന്നത് പോലെ ഇതേപോലെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് വരച്ചെടുത്താലും മതിയാവും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ആം ഹോൾ കർവിൽ ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് അങ്ങനെ വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് കൈ കൊണ്ട് വരച്ചെടുത്താലും മതിയാവും. അപ്പം നമ്മൾ നെക്ക് ഡിസൈന് വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മളെ ഡിസൈൻ എന്ന് പറഞ്ഞത് കുറച്ച് ഒന്ന് ടഫാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നെക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നെക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടായി മടക്കിയതിന് ശേഷം നെക്ക് വീതി മാർക്ക് ചെയ്യാം. നെക്ക് വീതി വരുന്നത് 3 ഇഞ്ചാണ്. നെക്ക് നീളം വരുന്നത് 7 ഇഞ്ചും. മറ്റുള്ള കഴുത്ത് ചെയ്തതുപോലെ വീതിയും നീളവും നമ്മൾ യോജിപ്പിച്ചിട്ട് ഒരു സ്ക്വയർ പോലെ ആക്കി എടുക്കണമെന്നില്ല. അപ്പോൾ ഈ നീളത്തിലേക്ക് വീതി ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ത്രികോണം പോലെ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ നീളമില്ലേ, ആ നീളം എത്രയാണെന്ന് നോക്കുക. ആ നീളത്തിൻ്റെ പകുതി വേണം നമ്മൾ പകുതി നടുക്ക് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ സെൻറ്റർ വരുന്നത് 3.5 ഇഞ്ചിലാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ സെൻറ്ററായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഒരു കർവ് പോലെയല്ല, ഒരു ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു 1/2 ഇഞ്ച്
നീളത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അതിലേ കൂടിയാണ് കട്ട് ചെയ്യേണ്ടത്. എന്താ നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വി നെക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാകുക വി നെക്കിൻ്റെ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ നെക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ രണ്ടായി മടക്കിയതിന് ശേഷം കഴുത്ത് വീതി അടയാളപ്പെടുത്തുക, കഴുത്ത് നീളം അതിന് ശേഷം അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഒരു കോണ് പോലെ വരച്ചെടുക്കുക. അത് നമുക്കിതേപോലെ നെക്ക് വീതിയിൽ നിന്ന് നെക്ക് നീളത്തിലേക്ക് ഇതേപോലെ ഒരു വി ആകൃതിയിൽ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചെടുത്ത വരേൻ്റെ മുകളിലേക്കൂടെ ഇതേപോലെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഡിസൈൻ നമുക്ക് വരച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കൂടെ. അപ്പം നെക്കിൻ്റെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കൂടെ നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. കാരണം ഡിസൈൻ നമ്മൾ ആ വരച്ചെടുത്ത ഡിസൈൻ പോലെ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരിക. ഒരു വി നെക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വി നെക്ക് തന്നെയാണ്. വി നെക്കിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തു അത്രമാത്രം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 5 വിധത്തിലുള്ള നെക്ക് ഡിസൈനാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് നെക്ക് ഡിസൈൻ കട്ട് ചെയ്യുന്നത് പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചൂരിദാർ മെഷർമെൻറ്റ്, ചൂരിദാർ കട്ട് ചെയ്യുന്നത്, ചൂരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചൂരിദാർ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും നെക്ക് മോഡൽ എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ. നമുക്ക് ചൂരിദാറിന് പറ്റുന്ന നെക്ക് ഡിസൈൻ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് 4 നെക്ക് ഡിസൈൻ്റെ ക്ലാസ് ആയിട്ട് എടുത്തത്. അപ്പോൾ കൂട്ടുകാരെ, എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ്സുകളെല്ലാം കുറച്ച് ഡിലേ ആവുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതിൽ പെട്ടെന്ന് ക്ലാസ്സുകളെല്ലാം ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.